ദുബൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഹീസ്, ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസമായി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തണമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിരവധി ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ വിമാന കമ്പനികൾ പലതും താൽക്കാലികമായെങ്കിലും ഭാഗികമായെങ്കിലും സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഏതൊക്കെ വിമാന കമ്പനികളാണ് സർവീസ് പുനരാരംഭിക്കുന്നത്? അമൃത, എന്തായാലും താൽക്കാലിക ആശ്വാസമുണ്ട് എന്ന് നിലവിൽ പറയാൻ കഴിയും. ഭാഗികമായി എന്നതിനപ്പുറം വളരെ സെലക്റ്റീവായി വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, അൽ മക്തൂം വിമാനത്താവളം, ഒപ്പം തന്നെ അബുദാബി വിമാനത്താവളം, ഇവിടെ നിന്നൊക്കെയാണ് വിമാനങ്ങൾ ഇപ്പോൾ പറന്നുയർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പ്രവർത്തനം നടക്കുക ഈ 3 എയർപോർട്ടുകളിലായിരിക്കും. അതിൽ അബുദാബിയിൽ നിന്നുള്ള വിമാനങ്ങളാണ് ആദ്യം ലക്ഷ്യസ്ഥാനത്തേക്ക് പോയത്. അത് ഒരു മുൻകൂട്ടി വലിയ അറിയിപ്പൊന്നും നൽകാതെ യാത്രക്കാരെ ഓരോരുത്തരെയും വിളിച്ച് വിവരങ്ങൾ നൽകി അതിനുശേഷമാണ് ഈ വിമാനങ്ങളൊക്കെയും ഓപ്പറേറ്റ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് പിന്നീട് കൺഫർമേഷൻ വരികയായിരുന്നു. ഇതുപോലെ ചില വിമാനങ്ങൾ, സെലക്ടഡ് വിമാനങ്ങൾ മാത്രം ഇന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നുണ്ട്, വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരെയും വിവരം അറിയിക്കുന്നതിനനുസരിച്ച് മാത്രം എയർപോർട്ടിൽ എത്തുകയും പിന്നീട് അവിടെ നിന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അതത് രാജ്യങ്ങളിലേക്ക് പോകണം എന്നുള്ള വിവരം നൽകുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ എമിറേറ്റ്സ് വിമാനങ്ങളാണ് പ്രവർത്തിക്കും എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ് വിമാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള വിമാനങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ള വിവരങ്ങൾ, അത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ആദ്യത്തെ വിമാനം എപ്പോൾ തുടങ്ങും എന്നുള്ള വിവരങ്ങളൊക്കെയും വന്നിട്ടുണ്ട്. അപ്പോൾ എയർ ഇന്ത്യയും ഈ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു. ഒമാനിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെ സർവീസ് നടത്തും. അപ്പോൾ അങ്ങനെ ചില വിമാനങ്ങൾ മാത്രം സർവീസ് നടത്തുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇതിന് സാധ്യമായത് ഇന്ന് ഏതാണ്ട് പകലിന് ശേഷം ഒരു ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. യു എ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ യു എ ലക്ഷ്യമാക്കിയിട്ടുള്ള ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വിമാന സർവീസുകളൊക്കെ ചെറുതായിട്ടെങ്കിലും ഒരു സെലക്റ്റഡ് ആയിട്ടെങ്കിലും വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ യു എയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഈ 3-ാം ദിവസത്തെ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഏത് തരത്തിലായിരുന്നു ഈ ആക്രമണം എന്നുള്ളതൊക്കെയും യു എ ഡിഫൻസ് മിനിസ്ട്രി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഇന്ന് 148 ഡ്രോൺ അറ്റാക്കുകളാണ് യു എ ലക്ഷ്യമാക്കി വന്നത് എന്നുള്ള വിവരം പുറത്തു വരുന്നു. 9 ബലിസ്റ്റിക് മിസൈലുകളാണ് യു എ ലക്ഷ്യമാക്കി എത്തിയത്. അതിൽ ഒപ്പം തന്നെ 6 ക്രൂയിസ് മിസൈലുകളും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വളരെ ക്രിയാത്മകമായി കൃത്യമായി ഇതിനെയൊക്കെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 161 മിസൈലുകളും ഇത് കൃത്യമായി ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. 13 കടലിലാണ് വീണിട്ടുള്ളത്. അതിനുശേഷം ഈ ആകെ ഉണ്ടായത് ഒരു 689 ഡ്രോൺ അറ്റാക്കുകൾ എന്നുള്ള ടോട്ടൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അപകടം പറ്റിയവർ അല്ലെങ്കിൽ ഈ ചെറിയ പരിക്കുകൾ പറ്റിയവരുടെ എണ്ണം 68ആയി മാറിയിട്ടുണ്ട്. അവർക്കൊക്കെയും ചെറിയ പരിക്കുകളാണുള്ളതെന്ന് ഈ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. ഔദ്യോഗികമായി തന്നെ ആ കണക്ക് 68 എന്നുള്ളത് പറയുന്നു. ഈ ആകെ ഉണ്ടായ അപകടത്തിൽ യു എയിൽ 3 മരണമാണ്, 68 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ യു എ അറിയിക്കുകയാണ്. അങ്ങനെ 3-ാം ദിവസത്തിലേക്ക് കടന്നാൽ വലിയ ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലോ ഒന്നും ഈ ആക്രമണം മാറിയിട്ടില്ല. 3-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ റഹീസ്? അതെ അമൃത, 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മരണങ്ങളൊന്നും യു എയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നേരത്തെ ഒമാനിൽ ഒരു മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മറ്റ് കാണാതായവരുണ്ട്, പക്ഷെ അത് ഔദ്യോഗികമായി ഒമാൻ സ്ഥിരീകരിക്കുന്നില്ല. ഒമാനിൽ ഒരു മരണം, ഒപ്പം തന്നെ ബഹ്റൈനുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതല്ല. പക്ഷേ യു എയെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായ കണക്ക് തന്നെയാണ്. പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് തന്നെയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഇന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചെറിയ ഒരു വർധനവുണ്ട്. അത് ഇന്ന് 10 പേര് കൂടിയാണ് ആ കണക്കിലേക്ക് വരുന്നത്. കാരണം ഇന്നലെ 58 എന്നുള്ള കണക്കാണ് യു എ പുറത്തുവിട്ടിരുന്നത്. അപ്പോൾ 3-ാം ദിവസം ഏതാണ്ട് രാത്രിയോട് അടുക്കുമ്പോൾ ഈ 68 എന്ന നിലയിലേക്ക് പരിക്കേറ്റവരുടെ എണ്ണം കടന്നിരിക്കുന്നു. അതിൽ തന്നെ മരിച്ചവരുടെ എണ്ണം ഇന്നലത്തെ പോലെ തന്നെ 3 ആയി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ
ആ നിലയിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് ശാന്തമായി നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് UAE സംബന്ധിച്ചിടത്തോളം. കാരണം രാവിലെ ഉണ്ടായ ഒരു ആക്രമണം മാത്രമാണ്, അതും ഒരു 11 മണിയോട് കൂടിയിട്ട് ആ ആക്രമണം ഏതാണ്ട് കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഏതാണ്ട് നിലച്ചിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പുലർച്ചെയും ഒപ്പം ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ് ഉണ്ടായ ആക്രമണങ്ങളുടെ എണ്ണം, അതും ഇന്ന് വൈകിട്ട് വരെ ഉണ്ടായ ആക്രമണങ്ങളുടെ എണ്ണം മുഴുവൻ എടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവുണ്ട്. അതിനുശേഷമൊക്കെയാണ് എന്തായാലും ഈ വിമാന സർവീസുകളൊക്കെ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. അതിൽ വ്യക്തമായ ചർച്ചകൾ നടന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്നാലും ആളുകളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ UAE നടക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഈ സമയം ഉറപ്പിച്ചു പറയാൻ കഴിയും. അത് പൂർണ്ണമായിട്ടും സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമാണ് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ വിമാനങ്ങൾ വരുന്നത്. അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആവർത്തിച്ച് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻ അത് കുറേയും കൂടിയൊക്കെ ഒന്ന് ഭാഗികമെന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന രീതിയിൽ മാറുകയും പിന്നീട് അത് പതിയെ സാധാരണ നിലയിലാവുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അല്പം ആശ്വാസമുണ്ട്. കുടുങ്ങിക്കിടന്നവർക്ക് നാടുകളിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.